കർഷക സമരത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങി ഡൽഹി. ട്രാക്ടറുകളിൽ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാനാണ് കർഷകരുടെ തീരുമാനം. എന്നാൽ കർഷകർ അതിർത്തി കടക്കാതിരിക്കാൻ ഡൽഹി അതിർത്തിയിലും ഹരിയാന അതിർത്തിയിലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ഈ പ്രദേശം അടച്ചിട്ടിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, താങ്ങുവില ഉറപ്പാക്കാൻ നിയമം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡൽഹി ചലോ പ്രക്ഷോഭത്തിന് കർഷകർ ഒരുങ്ങിയിട്ടുള്ളത്. അതേസമയം പ്രക്ഷോഭം തടയുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളുമാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്താണ് കർഷകരുടെ നിലപാട്? പ്രക്ഷോഭം ഏത് നിലയിലാണ് മുന്നോട്ട് പോകുന്നത്? അഭിലാഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷം ഡൽഹി വീണ്ടും കർഷക സമരത്തിന് വേദിയാവുകയാണ്. ഇന്നലെ ഈ സമരക്കാരെ അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടന്നിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, ഒപ്പം തന്നെ അർജുൻ മുണ്ട എന്നിവരുടെ നേതൃത്വത്തിൽ ചണ്ഡീഗഡിൽ കർഷകരുമായി ചർച്ച നടത്തിയിരുന്നു. ഏതാണ്ട് 5 മണിക്കൂറിലധികം ഈ ചർച്ച നീണ്ടുനിൽക്കുകയും ചെയ്തു. എന്നാൽ ചർച്ച പരാജയമായിരുന്നു. ഏതായാലും മാർച്ചിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് കർഷകർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതാണ്ട് 2500-ലധികം ട്രാക്ടറുകളിൽ ഡൽഹിയിലേക്ക് നീങ്ങാനാണ് കർഷകരുടെ തീരുമാനം. പഞ്ചാബിൽ നിന്നാണ് കർഷകർ ഈ ഡൽഹി ചലോ യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ പഞ്ചാബിൽ നിന്ന് ഹരിയാന കടന്നുകൊണ്ട് ഡൽഹിയിലെത്തുക, അതാണ് കർഷകരുടെ ലക്ഷ്യം. പക്ഷേ ഈ യാത്ര അല്ലെങ്കിൽ ഈ മാർച്ച് ഡൽഹിയിൽ എത്താതിരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ ഡൽഹി പോലീസും ഒപ്പം തന്നെ ഹരിയാന പോലീസും നടത്തുന്നുണ്ട്. 2 അതിർത്തികളും, അതായത് ഹരിയാനയും പഞ്ചാബും തമ്മിലുള്ള അതിർത്തികളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഒപ്പം ഹരിയാനയും ഡൽഹിയും തമ്മിലുള്ള അതിർത്തിയും ഇതിനോട് തന്നെ അടച്ചിട്ടുണ്ട്. അതായത് കോൺക്രീറ്റ് ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പല അതിർത്തികളും അടച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇരുമ്പ് കൊണ്ടുള്ള ബാരിക്കേഡുകൾ, അത് പല തട്ടുകളാക്കി തിരിച്ചുകൊണ്ട് ഒരു തരത്തിലും കർഷകർ ഡൽഹിയിലേക്ക് പ്രവേശിക്കരുത് എന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലാകട്ടെ വലിയ സുരക്ഷാ വലയത്തിലാണ് ഡൽഹി ഉള്ളത്. പ്രത്യേകിച്ച് മെട്രോകളിൽ കയറിക്കൊണ്ട് കർഷകർക്ക് വേണമെങ്കിൽ ഡൽഹിയിൽ എത്താം. പ്രത്യേകിച്ച് മന്ത്രിമാരുടെ വസതിയും മറ്റും സെൻട്രൽ ഡൽഹിയിൽ, വസതികളെല്ലാം തന്നെ സെൻട്രൽ ഡൽഹിയിലാണുള്ളത്. അപ്പോൾ മെട്രോ സ്റ്റേഷനുകളിൽ കർഷകർ എത്തുമോ എന്നുള്ള ഒരു മുൻകരുതലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മന്ത്രിമന്ദിരങ്ങൾക്കടക്കം ഔദ്യോഗിക വസതികളുടെ സമീപത്തടക്കം വലിയ സുരക്ഷയും പോലീസ് വിന്യാസവും ഒക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 2020-ലാണ് ഇതിനു മുമ്പ് കർഷക സമരത്തിന് ഡൽഹി വേദിയായത്. അന്ന് കാർഷിക പരിഷ്കരണ നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതിന് പിന്നാലെയായിരുന്നു ഡൽഹിയിൽ വലിയ സമരം കർഷകർ നടത്തിയത്. പിന്നീട് ഈ സമരം പിൻവലിക്കാത്തതിനെ തുടർന്ന്, ശക്തമായതിനെ തുടർന്ന് പ്രധാനമന്ത്രി തന്നെ ഈ നിയമം പിൻവലിക്കുന്നു എന്ന് അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് കർഷകർ അന്ന് സമരം പിൻവലിച്ചത്. പക്ഷേ അന്ന് നൽകിയ ചില ഉറപ്പുകൾ ഇതുവരെ കേന്ദ്ര സർക്കാർ പാലിച്ചിട്ടില്ല എന്നാണ് പ്രധാനമായും കർഷകർ ഇപ്പോൾ ആരോപിക്കുന്നത്. ഏതായാലും ഇത്തവണ കർഷകർ സമരം ചെയ്യുന്നത് 5 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് താങ്ങുവില, അത് ഉറപ്പാക്കണമെന്ന ആവശ്യം കർഷകർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് താങ്ങുവിലയെ സംബന്ധിച്ച് നിയമസംരക്ഷണം നൽകുമെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ അത് ഏതായാലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രധാനമായും കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കേസുകളും കർഷകർക്കെതിരെ എടുത്തിട്ടുണ്ട്. ആ കേസുകളൊക്കെ തന്നെ പിൻവലിക്കാൻ തയ്യാറാകണം. മറ്റൊന്ന്, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നു. നാലാമതായി ലഖിംപൂർ ഖേരിയിൽ നേരത്തെ കേന്ദ്രമന്ത്രിയുടെ മകൻ ആ കർഷകർക്ക് നേരെ വാഹനം ഇടിച്ചു കയറ്റിയ സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിൽ ഇതുവരെ നീതി ഉറപ്പായിട്ടില്ല. പക്ഷെ അത് നീതി ഉറപ്പാക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വേണം. മറ്റൊന്ന്, കർഷകർക്ക് പ്രതിമാസം 10,000 രൂപ അലവൻസ് നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി കർഷകർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കർഷകർ ഡൽഹിയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ സമരത്തിൻ്റെ അനുഭവം കണക്കിലെടുത്തുകൊണ്ട് ഹരിയാന അതിർത്തിയിലടക്കം വലിയ സുരക്ഷ ശക്തമാക്കുകയും അടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ സാഹചര്യത്തിൽ ഡൽഹിയിലേക്ക് എത്താൻ കഴിയുമോ എന്ന് ഉറപ്പില്ല. ഏതായാലും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് കർഷകർ അറിയിച്ചിട്ടുണ്ട്. ഈ സമരക്കാരെ അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടരാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ സാധ്യത. എന്തായാലും 2ാം നരേന്ദ്രമോദി സർക്കാർ ആകെ മുട്ടുമടക്കിയത് ഈ കർഷകർക്ക് മുന്നിൽ ആയിരുന്നു. ആ കർഷകർ വീണ്ടും ഡൽഹിയിലേക്ക് അടുക്കുകയാണ്. താങ്ങുവിലയ്ക്ക് നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷകർ പ്രതിഷേധവുമായി എത്തുന്നത്. അത് തടയാനാണ് ഭരണകൂടത്തിൻ്റെ ശ്രമം. ഇങ്ങനെ കർഷകർ ഡൽഹിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എവിടെയാണ്? 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് UAE-യിലേക്ക് തിരിക്കുകയാണ്. UAE-യിലെ പ്രവാസികൾ മോദിയെ വരവേൽക്കാൻ വേണ്ടി വിവിധ തരത്തിലുള്ള പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. മോദിയുടെ 7ാമത്തെ UAE സന്ദർശനം ആണിത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉൾപ്പെടെയുള്ളവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുമുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വീണ്ടും
ആർ രാകേഷ് തന്നെയാണ് ചേരുന്നത്. രാകേഷ്, രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത്, കർഷകരുടെ പ്രതിഷേധം അവിടെ നടക്കുന്നു. പ്രധാനമന്ത്രി ഇതിനിടയിൽ വീണ്ടും UAE പോവുകയാണ്. അതും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. നയതന്ത്ര ചർച്ചകൾ ഉൾപ്പെടെ നടക്കേണ്ടതുണ്ട്. അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം പോലുള്ള മറ്റ് ചടങ്ങുകളുമുണ്ടല്ലോ. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, UAE ഒപ്പം തന്നെ ഖത്തർ സന്ദർശനത്തിനാണ് ഇന്ന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. 2:30 പ്രധാനമന്ത്രി അബുദാബിയിൽ എത്തുക. ഇന്ന് ഏതായാലും പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയുണ്ട്. UAE പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ചയുണ്ട്. പ്രധാനമന്ത്രിയുടെ 7ാമത്തെ UAE സന്ദർശനമാണിത്. അപ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ UAEയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യമാണ് അറിയാനിരിക്കുന്നത്. വൈകിട്ടാണ് ഇന്ത്യൻ സമൂഹം ഒരുക്കുന്ന പരിപാടി ഉള്ളത്. അതായത് ഇന്ന് വൈകിട്ട് നടക്കുന്ന പരിപാടി, അതായത് GCCയിലെ തന്നെ ഏറ്റവും വലിയ പ്രവാസി സമ്മേളനമായ അഹ്ലൻ മോദി മാറ്റാനുള്ള ശ്രമങ്ങൾ സംഘാടകർ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഇതിനോടകം തന്നെ ഏതാണ്ട് 65,000-ലധികം പേർക്ക് അവിടെ പാസ് നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ പരിപാടിയിലാണ് വൈകിട്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുക. പക്ഷേ വലിയ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യം ഇപ്പോൾ അവിടെയുണ്ട്. കനത്ത മഴ UAEയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പരിപാടിക്ക് നിലവിൽ 65,000-ലധികം പാസുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ആളുകളെ നിയന്ത്രിച്ചായിരിക്കും പ്രവേശിപ്പിക്കാൻ തരത്തിലുള്ള റിപ്പോർട്ടുകളും ഏതായാലും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും 150-ലധികം വരുന്ന ഇന്ത്യൻ സംഘടനകൾ, ഒപ്പം തന്നെ നയതന്ത്ര കാര്യാലയം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. GCCയിലെ തന്നെ ഏറ്റവും വലിയ പരിപാടിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അഹ്ലൻ മോദി. ആ ലക്ഷ്യമാണ് ഏതായാലും സംഘാടകർക്കുള്ളത്. നാളെയാണ് അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ബാബ്സ് ഹിന്ദു മന്ദിരം, പ്രധാനമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുക്കുക. ആ ഹിന്ദു മന്ദിരത്തിന്റെ ഉദ്ഘാടനം നാളെയാണ് നടക്കുന്നത്. അതിനുശേഷം UAEയിലെ സന്ദർശനം പ്രധാനമന്ത്രിയുടെ പൂർത്തിയാകും. പിന്നീട് പ്രധാനമന്ത്രി ഖത്തറിലേക്ക് തിരിക്കും. ഖത്തറിൽ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസമാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന 8 മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചുകൊണ്ടുള്ള നടപടി അവിടെ നിന്ന് ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തത്. ഏതായാലും മലയാളി ഉൾപ്പെടെയുള്ളവർ നാട്ടിൽ മടങ്ങിയെത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഖത്തർ അമീറിനെ ഈ നടപടിയിലുള്ള ഇന്ത്യയുടെ നന്ദി അത് പ്രധാനമന്ത്രി ഏതായാലും രേഖപ്പെടുത്തുകയും ചെയ്യും. നാളെ ഏതായാലും പൂർണ്ണമായും പ്രധാനമന്ത്രി UAEയിലുണ്ട്. അതിനുശേഷം മറ്റന്നാളാണ് ഖത്തറിലേക്ക് തിരിക്കുക. അഭിലാഷ്, എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 2ാം മോദി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP. അതുതന്നെയാണ് ഈ വിദേശ സന്ദർശനങ്ങൾ അവസാന ഘട്ടത്തിലും ഈ വിദേശ സന്ദർശനത്തിലൂടെ വ്യക്തമാകുന്നത്. രാകേഷ്, നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. BJP അത്തരത്തിൽ വലിയ ആത്മവിശ്വാസത്തിൽ നിൽക്കുമ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൽ ആണ് കോൺഗ്രസ്. രാജസ്ഥാനിൽ നിന്ന് സോണിയെ രാജ്യസഭയിൽ എത്തിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. സോണിയയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യുന്നതിനായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേർന്നിരുന്നു. അതേസമയം സോണിയയ്ക്ക് പകരമായി മകളും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും എന്നും റിപ്പോർട്ടുകളുണ്ട്. രാകേഷ് ചേരുന്നു. രാകേഷ്, ഇതിൽ സോണിയാഗാന്ധിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയുള്ള പ്രചാരണത്തിൽ എത്രത്തോളം സജീവമാകാൻ പറ്റും എന്നുള്ള സംശയം ഒരു ഭാഗത്ത്. മറ്റൊന്ന്, ഈ തെലങ്കാനയിൽ മത്സരിക്കണം സോണിയാഗാന്ധി എന്നൊരാവശ്യം കോൺഗ്രസിനുള്ളിൽ നിന്ന്, പ്രത്യേകിച്ച് തെലങ്കാന കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വന്ന പശ്ചാത്തലവുമുണ്ടല്ലോ. അപ്പോൾ റായ്ബറേലിയിൽ ആയിരിക്കുമോ പ്രിയങ്കയ്ക്ക് സീറ്റ് നൽകുന്നുവെങ്കിൽ സാധ്യത? അഭിലാഷ്, 2004 മുതൽ റായ്ബറേലിയിൽ നിന്നുള്ള MP ആണ് സോണിയാഗാന്ധി. 99-ലാണ് ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി മത്സരിക്കുന്നത്. അന്ന് 2 മണ്ഡലങ്ങളിൽ സോണിയാഗാന്ധി മത്സരിച്ചു. അമേഠിയിലും ഒപ്പം തന്നെ ബെല്ലാരിയിലും മത്സരിച്ചു. പിന്നീട് സോണിയാഗാന്ധി അതിൽ മണ്ഡലം ഒഴിവാക്കുകയും, പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അമേഠിയിലേക്ക് എത്തുകയും സോണിയാഗാന്ധി പരമ്പരാഗതമായി ഗാന്ധി കുടുംബം മത്സരിച്ചു പോന്നിരുന്ന റായ്ബറേലിയിലേക്ക് മാറുകയായിരുന്നു. പ്രത്യേകിച്ച് ഫിറോസ് ഗാന്ധി പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമായിരുന്നു റായ്ബറേലി. അതിനുശേഷം ഇന്ദിരാഗാന്ധി റായ്ബറേലിയുടെ MP ആയിരുന്നു. അതിനുശേഷം പിന്നീട് സോണിയാഗാന്ധി 2004 മുതൽ സോണിയാഗാന്ധി ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. ഏതായാലും ഏറെ നാളുകളായി ആരോഗ്യ പ്രശ്നങ്ങൾ സോണിയാഗാന്ധിയെ അലട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊന്നും തന്നെ സോണിയാഗാന്ധി സജീവമായിരുന്നില്ല. ഇപ്പോൾ കർണാടക, കോൺഗ്രസ് അധികാരം പിടിച്ച കർണാടക എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ദിവസം, പ്രത്യേകിച്ച് ജഗദീഷ് ഷട്ടർ കോൺഗ്രസിൽ ചേരുന്ന ആ ദിവസം, ഒറ്റ ദിവസത്തെ പരിപാടിക്ക് മാത്രമാണ് സോണിയാഗാന്ധി എത്തിയിരുന്നത്. അപ്പോൾ പ്രചാരണ രംഗത്തൊന്നും തന്നെ സോണിയാഗാന്ധി സജീവമല്ല.
സാധ്യമല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ലോക്സഭയിലേക്ക് ഇനി മത്സരിക്കേണ്ടത്, പകരം സോണിയ രാജ്യസഭയിലേക്ക് വരട്ടെ എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും 15 സംസ്ഥാനങ്ങളിലെ 56 രാജ്യസഭാ സീറ്റുകളിലാണ് ഇപ്പോൾ ഒഴിവരുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇപ്പോൾ 15-ാം തീയതിയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 27-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ സ്വാഭാവികമായും ഏതാണ്ട് ചർച്ചകൾ കോൺഗ്രസിനകത്ത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയെ കാണുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. അതിനുശേഷം തൊട്ടു പിന്നാലെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ AICC വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. രാജസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിൽ നിന്നോ സോണിയാഗാന്ധി രാജ്യസഭയിൽ എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ മറ്റ് ചില സംസ്ഥാനങ്ങൾ കൂടി സോണിയ മത്സരിക്കണം, അതത് സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കർണാടകം, അവിടെ നിന്ന് രാജ്യസഭയിലേക്ക് സോണിയ വരണം എന്ന ആഗ്രഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം മധ്യപ്രദേശിൽ ഒഴിവരുന്ന ഒരു സീറ്റിൽ കോൺഗ്രസ് ഉറപ്പായും വിജയിക്കുന്ന സീറ്റാണ്. അവിടെ PCC അധ്യക്ഷൻ ജിതു പട്വാരി ആ ഒരു ആവശ്യം, സോണിയാഗാന്ധി മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തണമെന്ന ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ ഖർഗെയും നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കാരണം നിലവിൽ കോൺഗ്രസിനുള്ള 80 സീറ്റുകളിൽ കോൺഗ്രസ് 2019 വിജയിച്ച UP യിൽ വിജയിച്ച ഏക സീറ്റാണ് റായ്ബറേലി. മാത്രവുമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതും കോൺഗ്രസിന്റെ കിഴക്കൻ UP യുടെ ചുമതലയൊക്കെ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും പ്രിയങ്ക ഇത്തവണ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ആണ് ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്നും പങ്കുവച്ചത്. അങ്ങനെ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ പാർലമെന്റിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നതെങ്കിൽ ഇങ്ങ് കേരളത്തിലേക്ക് എത്തുമ്പോൾ LDF വലിയ പ്രതീക്ഷയിലാണ്. മാത്രമല്ല LDFിന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. കോട്ടയത്ത് 100% വിജയപ്രതീക്ഷ എന്നാണ് തോമസ് ചാഴിക്കാടൻ ന്യൂസ് 18നോട് പറഞ്ഞത്. കേരളത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ സന്തോഷമുണ്ട്. കേരള കോൺഗ്രസ് എവിടെ നിൽക്കുന്നോ അവിടെയാണ് വിജയം ഉണ്ടാവുക എന്ന ആത്മവിശ്വാസവും അദ്ദേഹം പുലർത്തുന്നു. കോട്ടയത്ത് ഇടത് സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടൻ എത്തിയിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ് പ്രത്യേകത. ഇടത് സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. അത് എത്രത്തോളം ഒരു ആത്മവിശ്വാസം പകരുന്നുണ്ട്? കേരള കോൺഗ്രസ് പാർട്ടി ഏത് മുന്നണിയിലാണോ ആ മുന്നണിക്കാണ് എല്ലാ കാലവും വിജയമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോട്ടയത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയ വിജയമുണ്ടാകും. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ചരിത്രമാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ളത്. ആ ജനങ്ങൾ എന്നെ അംഗീകരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. പുറത്തും കേരള കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കോടതിയുടെയും അംഗീകാരമുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് എമ്മാണ്. ആ തെരഞ്ഞെടുപ്പിൽ അംഗീകാരമുള്ള രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഞങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യമുണ്ട് എന്നതിന് സംശയമില്ല. കോട്ടയത്തെ കോട്ട കാക്കാൻ തോമസ് ചാഴിക്കാടൻ എന്നായിരുന്നു കഴിഞ്ഞ വർഷത്തെ പാട്ട്, UDFന്റെ പാട്ട്. അങ്ങനെ ഒരു UDF കോട്ടയാണ് കോട്ടയം എന്നാണ് കഴിഞ്ഞ തവണ വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോൾ UDFന്റെ ഭാഗമായി മത്സരിച്ചു, ഞങ്ങളെ പുറത്താക്കിയപ്പോൾ ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ ഭാഗമായി. ആ മുന്നണിയിൽ ഞങ്ങൾക്ക് അംഗീകാരം കിട്ടി. ആ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് മത്സരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾക്ക് ഈ വിജയം കൈവരിക്കാൻ കഴിയും എന്ന ബോധ്യമുണ്ട്. ഫ്രാൻസിസ് ജോർജ് എന്ന സ്ഥാനാർത്ഥി എങ്ങനെയാണ് കാണുന്നത്? സ്ഥാനാർത്ഥി ആരായിരുന്നാലും, ആരാണ് സ്ഥാനാർത്ഥി എന്നതല്ല വിഷയം, ജനങ്ങൾ അംഗീകാരം നൽകുന്നുണ്ടോ എന്നതാണ് വിഷയം. ഞാൻ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ചരിത്രമുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ചരിത്രമുണ്ട്. ആ ജനങ്ങൾ എന്നോട് അംഗീകരിക്കും എന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. ആദ്യം തന്നെ ചോദിക്കട്ടെ, എത്ര ഭൂരിപക്ഷം? കഴിഞ്ഞ തവണ 1 ലക്ഷത്തിൽ മുകളിൽ. ലക്ഷത്തിന്റെ എണ്ണം പറയേണ്ട കാര്യമില്ല. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെയാണ്? പാർട്ടിയും മുന്നണിയും ആലോചിച്ച് പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. ഇത്ര നേരത്തെ പ്രഖ്യാപിക്കാൻ എന്തായിരുന്നു ഒരു തീരുമാനം? ഇത് കേരളത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയാണ്. പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഇത്രത്തോളം ആവേശമുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഏതായാലും അതാണ് തോമസ് ചാഴിക്കാടൻ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. ഇമ്മാനുവൽ തോമസിനൊപ്പം G. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രചാരണത്തിലേക്ക് കടക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം. സംസ്ഥാനത്ത് ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് പാർട്ടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്രീജിത്താണ്. ശ്രീജിത്ത്, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി വന്നിരിക്കുന്നു. നേരത്തെ തന്നെ ഈ ചുവരെഴുത്തുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ സുരേഷ് ഗോപി, TN പ്രതാപൻ, ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ശ്രീജിത്ത് തന്നെ ചോദ്യം ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു, ഔദ്യോഗികമായി തന്നെ അത്തരത്തിലൊരു പ്രചാരണത്തിന് ഇറങ്ങാൻ സാധിക്കുന്നു.
മറ്റ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം എപ്പോഴേക്ക് പ്രതീക്ഷിക്കാം? എന്താണ് വിവരങ്ങൾ? അഭിലാഷ 15-ാം തീയതി UDF സ്ഥാനാർത്ഥി ആരെന്നറിയാം എന്നുള്ളതാണ് UDF കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അതിലും വലിയ സസ്പെൻസ് ഒന്നും ഇനി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് അറിയുന്ന വിവരം. 15-ാം തീയതി PJ ജോസഫ് തന്നെ കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തിയേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതിന് കാരണം 14-ാം തീയതി UDF-ന്റെ സമിതിയുണ്ട്. സീറ്റ് വിഭജന ചർച്ച UDF-ൽ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് കോട്ടയത്ത് ഒരുപക്ഷെ ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത്. അല്ലെങ്കിൽ ഇതിനു മുൻപേ പ്രഖ്യാപിക്കാനിരുന്നതാണ് അവർ. കഴിഞ്ഞ UDF യോഗത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ഏതാണ്ട് 6-ാം തീയതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു അറിയിപ്പ്. പക്ഷേ ആ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാകണം എന്നുള്ളതായിരുന്നു UDF-ന്റെ ഒരു നിർദ്ദേശം. അതുകൂടി പരിഗണിച്ചാണ്. എന്തായാലും ഫ്രാൻസിസ് ജോർജ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പ്രത്യേകിച്ച് PJ ജോസഫും മോൻസ് ജോസഫും മത്സരിക്കുന്നില്ല. കോൺഗ്രസ് നിർദ്ദേശിച്ചത് ഫ്രാൻസിസ് ജോർജിന്റെ പേര് കൂടിയാണ്. എന്തായാലും കേരള കോൺഗ്രസുകൾ തമ്മിൽ വർഷങ്ങൾക്ക് ശേഷം കോട്ടയത്ത് പോരാടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മറ്റൊന്ന് BJP ആണ്. BJPയെയും ഇവിടെ എഴുതി തള്ളാൻ കഴിയില്ല. കഴിഞ്ഞ വർഷം 1.5 ലക്ഷത്തോളം വോട്ടുകളായിരുന്നു PC തോമസ് ഇവിടെ നിന്ന് വാരിക്കൊണ്ടുപോയത്. ഇത്തവണ BDJS-ന് ഈ സീറ്റ് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെയെങ്കിൽ വയനാട് സീറ്റിൽ മത്സരിച്ചിരുന്ന തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്തേക്ക് എത്തും എന്നുള്ളതാണ്. SNDP യൂണിയനുകൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൊതുവെ ഒരു ക്രൈസ്തവ മണ്ഡലം എന്ന് വിലയിരുത്തുമ്പോഴും SNDPക്കും NSS-നുമൊക്കെ സ്വാധീനമുള്ള മേഖലകളാണ് ഇവിടെയുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ NSS വോട്ടുകൾ അത് UDF-ലേക്ക് തന്നെ വീണ്ടും ചുരുങ്ങുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും തുഷാർ വെള്ളാപ്പള്ളി വന്നാൽ SNDP വോട്ടുകൾ പരമാവധി സമാഹരിക്കുക എന്നുള്ള തന്ത്രം തന്നെയായിരിക്കും NDA ക്യാമ്പിൽ ഉണ്ടാകുക. അതൊരു പരിധിവരെ സാധാരണഗതിയിൽ SNDP വോട്ടുകൾ LDF-ലേക്ക് പോകുന്ന വോട്ടുകൾ കൂടിയാണ്. അത് LDF ക്യാമ്പിന് അല്പം ക്ഷീണമുണ്ടാക്കും എന്നുള്ള വിലയിരുത്തലുകളുമുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് M വോട്ടുകൾ അതോടൊപ്പം തന്നെ LDF വോട്ടുകൾ ഇത് രണ്ടും ചേർന്നാൽ വിജയിക്കാം എന്നുള്ളതാണ് കേരള കോൺഗ്രസ് M-ന്റെ ഒരു വിലയിരുത്തൽ. അവർ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഒരു ആനുകൂല്യം കൂടി മുൻനിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അവരുടെ തീരുമാനം. കേരളം അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. വയനാട്ടിലെ ആനയെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമായി തന്നെ തുടരുകയാണ്. ഇന്നെങ്കിലും ആനയെ പിടികൂടാൻ സാധിക്കുമോ എന്നാണ് വയനാട്ടിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ പടക്കശേഖരം പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 3 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇവർ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ചികിത്സയിലുള്ളത്. അപകടത്തിൽ പരിക്കേറ്റ് 15 പേരും ചികിത്സയിലുണ്ട്. സംഭവത്തിൽ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ അടക്കം അറസ്റ്റിലായ 4 പേരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഡാനി ഇപ്പോൾ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, ഈ മറ്റ് അന്വേഷണം ഏത് തലത്തിലാണ് മുന്നോട്ട് പോകുന്നത്? ഈ 4 പേര് തന്നെയാണോ കേന്ദ്രീകരിച്ചിട്ടുള്ളത്? അഭിലാഷ, അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു. ഇതിൽ അഭിലാഷ് ചോദിച്ച പോലെ 4 പേരിൽ മാത്രം ഒതുങ്ങില്ല അന്വേഷണം എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം കൂടുതൽ പേർ ഈ പ്രതിപട്ടികയിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പ്രത്യേകിച്ച് ഈ ക്ഷേത്രം ഭാരവാഹികൾ, ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ, ഒപ്പം തന്നെയും ഈ ദേവസ്വത്തെ പ്രതിനിധീകരിക്കുന്നവർ, ഈ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തവർ, ഇതിൻ്റെ കരാറെടുത്തവർ തുടങ്ങി അങ്ങനെ ഒരു വലിയ നീണ്ട നിര തന്നെ ഇതിലേക്ക് വന്നേക്കും. കാരണം യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളോ ലൈസൻസോ ഇല്ലാതെയാണ്, ഒരു അനുമതിയും വാങ്ങാതെയാണ് ഇത്രയും വലിയ അളവിലുള്ള സ്ഫോടക വസ്തു ശേഖരം ഇത് കൈകാര്യം ചെയ്തത്. ഇത് പടക്കത്തിന് വെടിക്കെട്ടടക്കം ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചത്, അതും ജനവാസ മേഖലയിൽ അടക്കം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഒരു സുരക്ഷാ മുൻകരുതലും സ്വീകരിക്കാതെയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം അടക്കം ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ ഇത് സംബന്ധിച്ച് ഇന്ന് നടത്തുന്നുണ്ട്. സ്ഫോടക വസ്തു വിദഗ്ധരടക്കം ഇവിടെ പരിശോധനയ്ക്ക് വേണ്ടി എത്തുന്നു. ഏത് സ്ഫോടക വസ്തുക്കൾ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നു എന്നത് സംബന്ധിച്ച് അതിൻ്റെ ഒരു ആധികാരികത ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. കാരണം വലിയ രീതിയിലുള്ളൊരു സ്ഫോടനമാണ് ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന
ഈ വെടിമരുന്ന് അതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. കാരണം ഇതിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരും വെടിക്കെട്ട് ഈ നടത്തുമ്പോൾ അതിനൊരു മേൽക്കൈ നേടുന്നതിന്, കൈയടി നേടുന്നതിനെല്ലാം തന്നെ കൂടുതൽ ശക്തിയേറിയ വീര്യം കൂടിയ മരുന്നുകളെല്ലാം തന്നെ ഇതിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അനുവദനീയമായ അളവിൽ കൂടുതൽ എന്തെങ്കിലും ഉപയോഗിച്ചിരുന്നോ, കൈകാര്യം ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇത് തീർത്തും അലക്ഷ്യമായിട്ടാണ് കൈകാര്യം ചെയ്തിരുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. കാരണം വാനിൽ നിന്ന് കെട്ടിടത്തിലേക്ക് മാറ്റുന്ന ആ ഒരു കാലയളവിലാണ് ഈ സ്ഫോടനത്തിന് തുടക്കമുണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം തീർത്തും അശാസ്ത്രീയമായ രീതിയിൽ കൈകാര്യം ചെയ്തു എന്നതാണ് ആദ്യ പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ അടക്കം കൂടുതൽ റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ചുണ്ടാകും. സ്ഫോടക വസ്തു വിദഗ്ധരടക്കം പരിശോധന നടത്തും. ഫോറൻസിക് വിദഗ്ധരും പരിശോധനയ്ക്കായി എത്തുന്നുണ്ട്. അങ്ങനെ വലിയ പരിശോധനകൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ഒപ്പം ഇവിടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ വീടുകളുടെ അടക്കം ബലക്ഷയം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് ആളുകളെ അവിടേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നുള്ളൂ. ഏതാണ്ട് 5ലധികം കുടുംബങ്ങളെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ട്. കാരണം വീടുകൾക്ക് സാരമായ രീതിയിലുള്ള തകരാറുകൾ സംഭവിച്ചതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലുള്ളൊരു പരിശോധന കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ 4 പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ദേവസ്വം ഭാരവാഹികൾ ഉൾപ്പെടെ, ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഈ 4 പേരിലുണ്ട്. അപ്പോൾ കൂടുതൽ അറസ്റ്റുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. കാരണം ഇത് തീർത്തും അശാസ്ത്രീയമായ രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല. ഇത് റിപ്പോർട്ടുകളെല്ലാം തന്നെ പ്രതികൂലമാണ്. ഒപ്പം ഇന്നലെ ഈ അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഇതിൽ ആശുപത്രിയിൽ കഴിയുന്ന 2 പേരുടെ നിലയാണ് ഗുരുതരമായിട്ട് തന്നെ തുടരുന്നുണ്ട്. മറ്റുള്ളവർക്ക് വലിയ രീതിയിൽ എന്നുവെച്ചാൽ ഈ വലിയ തീവ്രമായ രീതിയിലുള്ളൊരു പരിക്കുകളുടെ സ്വഭാവം മറ്റുള്ളവർക്കില്ല എന്നത് ആശ്വാസകരം തന്നെയാണ്. ചികിത്സയിൽ എല്ലാവിധ സഹായവും വാഗ്ദാനം ഇന്നലെ ആരോഗ്യമന്ത്രി അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധ്യമായ എല്ലാ ചികിത്സയും അടക്കം നൽകുക എന്നത് ഈ രീതിയിൽ മെഡിക്കൽ കോളേജുകളിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലുമായി ചികിത്സയും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ അടക്കം ഇത് സംബന്ധിയായ വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, എന്തായാലും പടക്കശാലയിൽ ഉണ്ടായ തീപിടുത്തം, സ്ഫോടനം, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ആയിരിക്കും നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുക. എങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്, എങ്ങനെയാണ് സ്ഫോടനത്തിലേക്ക് നയിച്ച സാഹചര്യം, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ ഇന്നലെയുണ്ടായ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമായിരുന്നു തലേ ദിവസം നടന്ന വെടിവെപ്പ്. കൊച്ചി കലൂരിലെ ബാറിൽ ഉണ്ടായ വെടിവെപ്പിൽ പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ലഹരി മാഫിയ കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങൾക്കായാണ് തെരച്ചിൽ. 2 പേരെയാണ് ഇനി പിടികൂടാൻ ഉള്ളത്. ഇന്നലെ പിടിയിലായ സമീർ, വിജയ്, ദിൽഷൻ എന്നിവരെ പോലീസ് ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ശേഷിച്ച പ്രതികളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് പരിശീലകൻ ജാഫർ ഭീമന്റെ വിടയെ വിശദമായി ചോദ്യം ചെയ്യാൻ NIA ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ ജാഫറിന് 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. 2047 ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നതിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് ഇയാൾക്ക് എതിരായ പ്രധാന ആരോപണം. ഇതിനായി തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തിയെന്നും NIA പറയുന്നുണ്ട്. ഡാനി ഇപ്പോൾ വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, ഇയാൾ ഈ സൈനിക പരിശീലനത്തിൻ്റെ ഉൾപ്പെടെ ഈ SDP-യുടെ അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സൈനിക പരിശീലനം എന്ന തരത്തിലുള്ള പരിശീലന പരിപാടികളിലൊക്കെ ഭാഗമായിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. NIA എന്താണ് നിരീക്ഷിക്കുന്നത്? അഭിലാഷ, ജാഫർ ഭീമന്റെ വിടയ്ക്ക് വലിയ രീതിയിലുള്ളൊരു ബന്ധങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ട്. കാരണം സംസ്ഥാനത്തുടനീളമുള്ളൊരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിരുന്നു അവരുടെ മുഖ്യ ഒരു പരിശീലകനായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു മുഖ്യ പരിശീലകൻ ഇയാൾ തന്നെയായിരുന്നു. സംസ്ഥാനത്ത് വളരെ രഹസ്യ സ്വഭാവത്തിൽ പ്രവർത്തിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ക്യാമ്പുകളിലടക്കം ഇയാൾ എത്തിയിരുന്നു. അവിടെ അതിൽ അംഗങ്ങളായവർക്കുള്ള പരിശീലനം നടത്തിയത് ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു എന്നാണ് NIAക്ക് ലഭിച്ച വിവരങ്ങൾ. കഴിഞ്ഞ കുറേയധികം നാളുകൾ അയാൾക്ക് വേണ്ടി NIA അന്വേഷണം തുടരുകയായിരുന്നു. സംസ്ഥാനത്തിന് പുറത്തുമെല്ലാം ഇയാൾക്ക് വേണ്ടി തന്നെ NIA അന്വേഷിച്ചിരുന്നു. NIA ഇന്റലിജൻസ് വിഭാഗമായിരുന്നു സംബന്ധിച്ചൊരു അന്വേഷണം നടത്തിയിരുന്നത്. ഒടുവിലാണ് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ കേരളത്തിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്നത്. NIA ഇന്റലിജൻസ് വിഭാഗവും അതോടൊപ്പം തന്നെ സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സേനയും നടത്തിയ സംയുക്തമായ ഒരു ഓപ്പറേഷനിലൊടുവിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇന്നലെ ഇയാളെ NIA കോടതിയിൽ ഹാജരാക്കുകയും 10 ദിവസത്തേക്ക് NIAയുടെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത്
ചെയ്യുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും തന്നെ ഇതിൽ ഈ രാജ്യത്തിനകത്ത് ഈ വലിയ രീതിയിലൊരു കലാപങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നത് അടക്കമുള്ള തീവ്രവാദ സ്വഭാവം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള കേസുകൾ ഇയാൾക്ക് നേരെ ചുമത്തിയിട്ടുണ്ട്. ഇതിൽ 60 പേരെ ആണ് ഇതിൽ പ്രതിസ്ഥാനത്തേക്ക് ചേർത്തിരിക്കുന്നത്. ഇതിൽ 59ാമത് ആളാണ് ഈ ജാഫർ ഭീമിൻ്റെ വിട എന്ന് പറയുന്നത്. അങ്ങനെ ഈ സംഘത്തിലെ ഏതാണ്ട് മുഴുവൻ പേരെയും തന്നെ ഇനി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ നടപടികളടക്കം പല സ്ഥലങ്ങളിലായിട്ട് തന്നെ പുരോഗമിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ NIA ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യും. മാത്രവുമല്ല, ഇപ്പോൾ ഈ സ്ലീപ്പിംഗ് സെൽസ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് സംസ്ഥാനത്ത് ഈ രീതിയിൽ പ്രവർത്തനം നടക്കുന്നു എന്ന സംശയം NIAക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിന് ഒരു അടിവരയിടുന്ന ഒരു അറസ്റ്റ് കൂടിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യും. എങ്ങനെയാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്, ഇയാൾക്ക് എവിടെ നിന്ന് പരിശീലനം ലഭിച്ചു, ഇവർക്ക് മറ്റുള്ളവർക്ക് പരിശീലനം ലഭ്യമാക്കുവാൻ വേണ്ടി ഇയാൾ പുറത്തെവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആയുധ പരിശീലനം അത് ഏത് രീതിയിലുള്ളതായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ NIA പരിശോധിക്കുന്നു. സാധാരണ ഇതിൽ കവിഞ്ഞ മറ്റേതെങ്കിലും രീതിയിൽ ആയുധ പരിശീലന ക്യാമ്പുകൾ നടന്നിരുന്നോ എന്നതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കുന്നു. ഇയാൾക്ക് സഹായം ചെയ്തു കൊടുത്തവരും ഇയാളുമായി ബന്ധപ്പെട്ടവരും എല്ലാം എന്നുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് വരികയാണ്. 10 ദിവസത്തെ ഒരു കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി NIA റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് സംബന്ധിച്ചൊരു ആധികാരികമായ വിവരങ്ങൾ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 10 ദിവസത്തെ കസ്റ്റഡിയും നൽകിയിട്ടുണ്ട്. ഇതിൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഈ 10 ദിവസത്തിൽ പൂർത്തിയാക്കും NIA. അഭിലാഷ്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും നൽകിയത്. മറ്റ് ചില കോടതി വാർത്തകളിലേക്ക് പോകുമ്പോൾ SDPI നേതാവ് KS ഷാനിനെ കൊലപ്പെടുത്തിയ കേസിലെ 10 പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ അഡീഷണൽ സെഷൻസ് 3ാം കോടതി ജഡ്ജി റോയ് വർഗീസ് ഹർജിയിൽ വാദം കേൾക്കും. കുറ്റപത്രം മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. കിഫ്ബി മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ED സമൻസ് ചോദ്യം ചെയ്ത മുൻ ധനമന്ത്രി തോമസ് ഐസക് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർ സത്യവാങ്മൂലം നൽകിയേക്കും. ഇന്ന് ഹാജരാകണമെന്ന് കാട്ടി ED നൽകിയ സമൻസും തോമസ് ഐസക് ചോദ്യം ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഹാജരാകുന്നത് സംബന്ധിച്ച് തോമസ് ഐസക്കിന് തീരുമാനം എടുക്കാം എന്നായിരുന്നു കോടതി ഇന്നലെ പറഞ്ഞത്. 150 കോടി രൂപയുടെ അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വിജിലൻസിൽ പരാതി. കേരള കോൺഗ്രസ് M നേതാവ് ഹഫീസ് ആണ് പരാതിക്കാരൻ. PV അൻവർ MLA നിയമസഭയിൽ ഉന്നയിച്ച അഴിമതി ആരോപണ പ്രസംഗത്തിന്റെ രേഖകളും വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പരാതി സ്വീകരിച്ച വിജിലൻസ് ഡയറക്ടർ തുടർ അന്വേഷണത്തിനായി DYSP C വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞു. വയനാട്ടിലെ ആളെക്കൊല്ലി ആനയെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. വയനാട്ടിൽ ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാറാണ് ഉള്ളത്. അനീഷ് കുമാർ, ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നതിന് മുമ്പ് വയനാട് പയ്യമ്പള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബെലൂർ മഖ്നയെ പിടികൂടാനുള്ള ദൗത്യം 3ാം ദിവസവും തുടരുകയാണ്. ഇരുമ്പ് പാലത്തിന് അടുത്താണ് ആന ഇപ്പോൾ ഉള്ളത്. മണ്ണുണ്ടിയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് വിജയിച്ചിരുന്നില്ല. അതേസമയം വയനാട്ടിൽ ഇപ്പോൾ ഹർത്താൽ ആചരിക്കുകയാണ്. വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കാർഷിക സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ. നിർബന്ധിച്ച് കടകൾ അടപ്പിക്കില്ല എന്നും വാഹനം തടയില്ല എന്നും കർഷക സംഘടനകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. രാവിലെ 6 മണിക്ക് ആരംഭിച്ച ഹർത്താൽ വൈകിട്ട് 6 മണി വരെയാണ്. വയനാട് തിരുനെല്ലി ഭാഗത്ത് കാട്ടാനയുടെ സാന്നിധ്യം ഉള്ളതിനാൽ തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല ഡിവിഷൻ 12, കുറുവ 13, കാടംകൊല്ലി 14, പയ്യമ്പള്ളി 15 ഡിവിഷനുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. ജില്ലാ കളക്ടർ രേണുരാജാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം കാട്ടാന കുത്തിക്കൊന്ന അജീഷിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിക്കഴിഞ്ഞു. നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവൽ അജീഷിന്റെ വീട്ടിൽ എത്തിയാണ് ബന്ധുക്കൾക്ക് ചെക്ക് കൈമാറിയത്.
നാട്ടുകാർ നടത്തിയ സമരത്തിനൊടുവിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിൽ 50 ലക്ഷം രൂപ കുടുംബത്തിന് ധനസഹായം നൽകാമെന്നും 10 ലക്ഷം രൂപ തിങ്കളാഴ്ച തന്നെ നൽകുമെന്നും സർക്കാർ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു. ഇനിയുള്ള 40 ലക്ഷം രൂപ നൽകുന്നതിന് മന്ത്രിസഭയുടെ അനുമതി തേടും. വനം വകുപ്പിന്റെ ഫണ്ടിൽ നിന്നാണ് ഈ തുക നിലവിൽ നൽകിയിട്ടുള്ളത്. വയനാട്ടിലെ കാട്ടാനയുടെ ആക്രമണത്തിൽ വലിയ പ്രതിഷേധം തുടരുമ്പോൾ വനം മന്ത്രിയുടെ വസതിയിലേക്ക് UDF MLA-മാർ മാർച്ച് നടത്തി. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു മാർച്ച് പോലീസ് തടഞ്ഞു. വിഷയം വനമന്ത്രി ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ബഹുമാനായ വനം മന്ത്രി വയനാടിന്റെ ചുമതല കൂടിയുള്ള മന്ത്രിയാണ്. അദ്ദേഹം കാണിച്ച നിഷ്ക്രിയത്വം എന്ന് പറയുന്നത് എന്ത് വാക്കുകൊണ്ട് വേറെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പൂർണ്ണമായ നിഷ്ക്രിയത്വമാണ്. ലാഘവത്വത്തോടുകൂടിയാണ് ഇതിനെ നേരിടുന്നത്. ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള ഒരു പദ്ധതി ഗവൺമെന്റിന്റെ കയ്യിലില്ല. ഈ പ്രാവശ്യത്തെ ബജറ്റിൽ ആകെ നീക്കിവെച്ചിരിക്കുന്നത് 48 കോടി രൂപയാണ്. ഒരു 100-1 സ്ഥലത്ത് ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടാക്കാൻ പോലും ഈ 48 കോടി രൂപ മതിയാവില്ല. അപ്പൊ ഗവൺമെന്റിന്റെ പൂർണ്ണമായ അവഗണന, നിഷ്ക്രിയത്വം. 7000-ഓളം പേര് നഷ്ടപരിഹാരം കിട്ടാതെ കാത്തിരിക്കുകയാണ്. 7000 പേർക്ക്, മരിച്ചവരുൾപ്പെടെ. വെറും പാവങ്ങളാണ്. ആളുകൾ ആത്മഹത്യ ചെയ്തു. അതായത് പന്നി വന്ന് ആക്രമിച്ച് വാഴക്കൂട്ടങ്ങൾ തകർത്തതിന്റെ പേരിൽ നഷ്ടപരിഹാരം കിട്ടാതെ കടബാധ്യതയിലായ കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു. എന്നിട്ടും സർക്കാർ ഈ നഷ്ടപരിഹാരം കൊടുക്കാതെ അവരെ കബളിപ്പിക്കുന്ന സ്ഥിതിയാണ്. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, ഇന്നത്തെ ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു പൊതുചിത്രമാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. പക്ഷേ അപ്പോഴും വയനാട്ടിൽ തന്നെയാണ് ശ്രദ്ധാകേന്ദ്രം. ഇന്ന് ഈ ദൗത്യം അല്ലെങ്കിൽ മയക്കുവെടി വെക്കാൻ സാധിക്കുമെന്ന് സംഘത്തിന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും അല്പസമയത്തിനകം ദൗത്യസംഘം ഒരു വിജയത്തിലേക്ക് എത്തുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇപ്പോൾ ഇരുമ്പുപാലം ഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ഇരുമ്പുപാലം ഭാഗത്ത് ഈ മണ്ണുണ്ടി കോളനിയിൽ നിന്നും കുറച്ച് ദൂരെ മാറിയുള്ള സ്ഥലമാണ്. അവിടെ ആനയുടെ സാന്നിധ്യം രാവിലെ പ്രകടമായിരുന്നു. ഏതാണ്ട് റോഡിൽ നിന്നും 1/2 കിലോമീറ്റർ അപ്പുറത്ത് ആന നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർവ്വ സന്നാഹങ്ങളും ഒരുക്കിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വൈൽഡ് ലൈഫ് വാർഡനും DF അടക്കമുള്ള ഉന്നതർ എത്തിയിരിക്കുന്നു. അവർ കാട്ടിൽ ഇപ്പോൾ നടപടിക്രമങ്ങളുടെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. വെടിവെക്കുന്നതിനുള്ള വിദഗ്ധൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരിപ്പോൾ അന്തിമ ഘട്ട തയ്യാറെടുപ്പുകളിലേക്ക് നീങ്ങിയിരിക്കുന്നു. രാവിലെ തന്നെ ട്രാക്കർമാർ ട്രാക്ക് ചെയ്തപ്പോൾ ആനയുടെ സാന്നിധ്യം ഇരുമ്പുപാലം ഭാഗത്ത് കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ ഭാഗത്തേക്ക് സന്നാഹങ്ങൾ മാറ്റിക്കൊണ്ടു വന്നത്. എന്തായാലും ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ദൗത്യം ഏതാണ്ട് വിജയത്തിലേക്ക് അടുക്കുന്നു എന്ന സൂചനകൾ തന്നെയുള്ളത്. ആനയുടെ വളരെ അടുത്തായി ഈ ദൗത്യസംഘം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മയക്കുവെടി വിദഗ്ധനടക്കമുള്ള ആളുകൾ ആനയുടെ വളരെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് വനംവകുപ്പിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും കേരളം കാത്തിരിക്കുന്ന ആ വിവരം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വനംവകുപ്പുകാരുടെ ഉദ്യോഗസ്ഥരുടെ വ്യൂഹം ഭേദിച്ച് ഇനി ആനയ്ക്ക് മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയാതിരുന്നാൽ അല്ലെങ്കിൽ ഈ കുങ്കിയാനകളുടെ സാന്നിധ്യമൊക്കെ കണ്ട് ആന പൊടുന്നനവെ മറ്റൊരിടത്തേക്ക് മാറാതിരുന്നാൽ ഒരുപക്ഷെ 1-2 മണിക്കൂറുകൾക്കുള്ളിൽ ഈ ദൗത്യം തീരും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്തായാലും അതിനുള്ള ഒരുക്കത്തിലാണ്. ഇന്നലെയും 2 വട്ടം ആനയെ മയക്കുവെടി വെക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. 2 തവണ ശ്രമം നടത്തി. പക്ഷേ 2 ശ്രമവും ലക്ഷ്യത്തിലേക്ക് എത്താത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ആന വളരെ പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്നും മാറിപ്പോകുന്ന ഒരു കാഴ്ച ആണ് കണ്ടത്. എന്തായാലും അതിന് വിഭിന്നമായി ഇന്ന് കുറച്ചുകൂടി ഒരു പരിശ്രമം വിജയം കാണും എന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. നമുക്ക് പിന്നിൽ കാണുന്ന ഈ ഭാഗത്താണ്, ഇരുമ്പുപാലം ഭാഗത്താണ് നിലവിൽ ആന ഉള്ളത്. ഇവിടെ നിന്നും 500 മീറ്റർ മാത്രമാണ് ആന ഉള്ള ലക്ഷ്യത്തിലേക്കുള്ള ദൂരമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. അതീവ ദുഷ്കരമായ ഒരു ദൗത്യമാണ് വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. നേരത്തെ അരിക്കൊമ്പനെ പിടിച്ചപ്പോഴും തണ്ണീർക്കൊമ്പനെ പിടിച്ചപ്പോഴും ഒന്നും ഇത്രയധികം ബുദ്ധിമുട്ട് ഇവർക്ക് നേരിടേണ്ടി വന്നിരുന്നില്ല. കാരണം അതൊക്കെ ഈ ദൗത്യം ചെയ്യാൻ അനായാസമായ ഇടങ്ങളിലായിരുന്നു. പക്ഷേ ഇത് കാട്ടിനുള്ളിലായതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം അങ്ങേയറ്റം ദുഷ്കരമായി മാറിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം കേരളം കാത്തിരിക്കുന്ന ആ വാർത്ത പുറത്തേക്ക് എത്തും എന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്കും ഇപ്പോൾ ഉള്ളത്. അഭിലാഷ്, തീർച്ചയായും അങ്ങനെ കേരളം ഒന്നാകെ ഇപ്പോൾ
ആ പ്രതീക്ഷയിൽ തന്നെയാണ്. നമുക്ക് വരും വാർത്തകളിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാം. കണ്ണൂർ പന്നിയാമലയിൽ കടുവ കമ്പിവേലിയിൽ കുടുങ്ങി. പന്നിയാമലയിലെ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലാണ് കടുവ കുടുങ്ങിയത്. വനംവകുപ്പിൻ്റെ മണത്തണ സെക്ഷന് കീഴിലുള്ള പ്രദേശത്താണ് സംഭവം. വനപാലകരുടെ നേതൃത്വത്തിലുള്ള RRT സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വന്യജീവികളെ കൊണ്ട് ഈ വിവിധ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ വനപ്രദേശങ്ങളുമായി ചേർന്ന് ജീവിക്കുന്നവർ വലിയ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ നഗരപ്രദേശത്ത്, പ്രത്യേകിച്ച് നമ്മുടെ തലസ്ഥാനത്തെ ജനങ്ങൾ റോഡുകൾ കൊണ്ടാണ് പ്രയാസം നേരിടുന്നത്. തലസ്ഥാനത്തെ റോഡ് നിർമ്മാണ വിവാദത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ CPIM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുകയാണ്. വിവാദത്തിന് തിരികൊളുത്തിയത് കടകംപള്ളിയാണ്. പാർട്ടി ഭരിക്കുന്ന നഗരസഭയെ കടകംപള്ളി പ്രതിക്കൂട്ടിൽ നിർത്തിയെന്നിങ്ങനെയാണ് വിമർശനം. മുതിർന്ന നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത നടപടിയാണ് എന്നും പ്രശ്നം അതീവ ഗൗരവം ഉള്ളതാണ് എന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തലസ്ഥാനത്ത് ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് പലയിടത്തും ഉള്ളത്. അത്തരത്തിൽ റോഡുകൾ പൊട്ടിപ്പൊളിച്ച് ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ജനങ്ങൾ വലയുമ്പോഴാണ് CPIMന്റെ സംസ്ഥാന സമിതി കടകംപള്ളി സുരേന്ദ്രന് എതിരെ വിമർശനം ഉയർന്നത്. ഇങ്ങനെയൊരു വിവാദത്തിന് തിരികൊളുത്തിയത് കടകംപള്ളിയാണ് എന്ന വിമർശനം ആണ് ഉയർന്നു വന്നത്. അരുണാണ് ചേരുന്നത്. അരുൺ, പാർട്ടി ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. ആ കാഴ്ച നമ്മൾ പ്രേക്ഷകരെ പലതവണ കാണിച്ചതുമാണ്. പക്ഷേ ഈ വിവാദം തുടങ്ങുന്നത് കടകംപള്ളി എന്നാണോ പാർട്ടി വിലയിരുത്തുന്നത്? ജനങ്ങൾ ദുരിതത്തിലാണ്. നഗരസ്ഥാനത്തെ റോഡ് പണി അലസമായി നീണ്ടുപോയത് വലിയ പ്രശ്നങ്ങൾ വസ്തുതയാണ്. VV അരുൺ പറയുന്നതിൽ വ്യക്തതയില്ല. തലസ്ഥാനത്തെ റോഡുകൾ പലയിടത്തും വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന സാഹചര്യമാണ്. വാഹനങ്ങൾക്ക് മാത്രമല്ല, കാൽനട യാത്രക്കാർക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് VV അരുൺ നൽകുന്നത്. എന്തായാലും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് തിരുവനന്തപുരം നഗരത്തിലെ 27 റോഡുകൾ ഗതാഗത യോഗ്യം ആക്കുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. റോഡ് പണി നടക്കുന്ന ഇടങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. 20 മുമ്പ് തന്നെ അതിൽ 27 റോഡുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറ്റുകാൽ പൊങ്കാല മറ്റു പ്രശ്നങ്ങളൊക്കെ വരുന്ന ഇവിടെ വലിയ തിരക്കും കാര്യവും റോഡ് ആവശ്യകതയുണ്ട്. അതിനൊക്കെ പരിഹാരമാകാൻ വേണ്ടി പറ്റും. ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ പ്രവൃത്തി നടന്നത്. 24/7 എന്നുള്ളതിലാണ് വർക്ക് കിടക്കുന്നത്. രാത്രിയും വർക്ക് കിടക്കുന്നുണ്ട്. എല്ലാ നിലയിലും പറ്റും. എല്ലാ ദിവസവും ഞങ്ങൾ പരമാവധി രാത്രിയും ഇതുപോലെ പ്രവൃത്തി നടക്കുന്നിടത്ത് വരികയും കാര്യങ്ങൾ പരിശോധിക്കുകയും എന്തെങ്കിലും കൂടുതൽ കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിയമസഭാ സമ്മേളനം തുടരുകയാണ്. അതിനിടയിലായിരുന്നു വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ വനം മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. ഈ റോഡിൻ്റെ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സഭയിൽ ചർച്ചയ്ക്ക് വരുമോ എന്നറിയേണ്ടതുണ്ട്. നേരത്തെ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്തതാണ്. നിയമസഭയിൽ ബജറ്റിന്മേലുള്ള ചർച്ചയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. സിവിൽ സപ്ലൈസ് ഉൾപ്പെടെയുള്ള ഭക്ഷ്യവകുപ്പിന് മതിയായ പരിഗണന ലഭിച്ചില്ല എന്ന CPI അംഗങ്ങളുടെ പരാതി ഇന്നും ഉന്നയിക്കപ്പെടും. സപ്ലൈകോ പ്രതിസന്ധി അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നുണ്ട്. ഷാഫി പറമ്പിലാണ് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകുക. സാംസ്കാരിക ഉത്സവത്തിൽ അവര് സംഘടിപ്പിച്ച ചർച്ചയുടെ തലക്കെട്ട് കേരളത്തിൽ വ്യവസായം സാധ്യമാണെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സാധാരണ നമ്മൾ സാധ്യമാണോ എന്നത് മാറി, ഈ തലക്കെട്ട് മാറിയത് തന്നെ വലിയ അംഗീകാരമാണെന്ന് പറയുകയുണ്ടായി. അത് നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഈ സഭയിലെ മിക്കവാറും എല്ലാ അംഗങ്ങളും, ഇപ്പൊ ബഹുമാനായ നമ്മുടെ മന്ത്രി ശ്രീ MB രാജേഷ് സ്പീക്കറായിരിക്കുന്ന ഘട്ടത്തിൽ തൃത്താലയിലാണ് നമ്മൾ മണ്ഡലാടിസ്ഥാനത്തിലെ സംരംഭക സംഗമങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ബജറ്റിൽ സംസ്ഥാനത്ത് ധനമന്ത്രി പറഞ്ഞത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോഴും ക്ഷേമ പദ്ധതികൾ മുടങ്ങില്ല എന്നാണ് പറയുന്നത്. സർക്കാർ എപ്പോഴും സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളുടെ നഷ്ടക്കണക്ക് പറയുമ്പോൾ അങ്ങനെയൊരു കണക്കല്ല KSFEക്ക് പറയാനുള്ളത് എന്നത് സന്തോഷകരമാണ്. KSFEയുടെ ലാഭവിഹിതം 35 കോടി രൂപ സർക്കാരിന് കൈമാറി. 2021-22 സാമ്പത്തിക വർഷത്തെ ലാഭവിഹിതമാണ് ധനകാര്യമന്ത്രിയുടെ ചേംബറിൽ വെച്ച് KSFE ചെയർമാൻ K വരദരാജൻ KN ബാലഗോപാലിന് കൈമാറിയത്. KSFE മാനേജിംഗ് ഡയറക്ടർ SK സനിൽ, ജനറൽ മാനേജർ S ശരചന്ദ്രൻ, പ്രീത BS തുടങ്ങിയവർ പങ്കെടുക്കുകയും ചെയ്തു. അതേസമയം കേരളത്തിലെ വ്യാപാരികൾക്ക് നഷ്ടത്തിൻ്റെ കണക്ക് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപന ദിനമായി ഇന്ന് സംസ്ഥാന വ്യാപകമായി
കടകൾ അടച്ചിടുകയാണ്. രാവിലെ 8 മണി മുതൽ ആണ് ഈ കടയടപ്പ് ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാവരും ആ കടയടപ്പിൻ്റെ ഭാഗമാകുന്നില്ല. രാത്രി 8 മണി വരെയാണ് കടയടപ്പ് സമരം. വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങളടക്കം 29 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത്. അതിൻ്റെ സമാപനമാണിന്ന്. ഏകോപന സമിതിയിലെ ഒരു വിഭാഗം ഈ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയുമാണ്. ഒരു ജില്ലയിലെ എല്ലാ കുടുംബങ്ങളെയും ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തുന്ന രാജ്യത്തെ ആദ്യ ജില്ലയായിരിക്കുകയാണ് വയനാട്. കേരളത്തിലെ ഏക ആസ്പിരേഷണൽ ജില്ലയായ വയനാട്ടിൽ പുതുതായി 2 ലക്ഷം പേരെ കൂടി ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ നേട്ടം കൈവരിച്ചത്. അർഹരായ എല്ലാ കുടുംബങ്ങളെയും സാമൂഹിക സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയിൽ കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് സുരക്ഷ 2023. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ കുടുംബങ്ങളിലെയും ഒരാളെയെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ജീവൻ അപകട ഇൻഷുറൻസ് പദ്ധതികളായ PMSBY, PMJJBY എന്നിവയിൽ ചേർത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജില്ലാ ഭരണകൂടം, ഭാരതീയ റിസർവ് ബാങ്ക്, നബാർഡ്, ലീഡ് ബാങ്ക്, മറ്റു ബാങ്കുകൾ എന്നിവർ സംയുക്തമായാണ് സുരക്ഷ 2023 പദ്ധതി നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ സ്കീമുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. സുരക്ഷാ പദ്ധതിയിലൂടെ വർഷത്തിൽ വെറും 20 രൂപയ്ക്ക് 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും 436 രൂപയ്ക്ക് 2 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസും ലഭ്യമാക്കാൻ സാധിക്കും. വളരെയധികം അഭിമാനകരമായ ഒരു നിമിഷമാണ്. നാടിനാകെ വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തമാണിത്. ഒരു പൊതുനന്മയെ മുൻനിർത്തി വളരെ ഉദാത്തമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ വയനാട്ടിലെ ജില്ലയിലെ ബാങ്കിംഗ് മേഖലയിലും ഇതര ഗവൺമെൻറ് മേഖലയിലും സാമൂഹ്യ സന്നദ്ധ സംഘടനകളും ചേർന്ന് ഇവിടെ സാധ്യമാക്കിയിരിക്കുന്ന സമ്പൂർണ്ണമായ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഈ ഒരു സമ്മോഹനമായ മുഹൂർത്തം. ഇതിനു മുന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ലീഡ് ബാങ്കിൻ്റെ നേതൃത്വത്തിലും നബാർഡിൻ്റെ നേതൃത്വത്തിലും ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലും പൊതു സമൂഹം എന്ന രീതിയിൽ പൊതുപ്രവർത്തകരും ഒന്നിച്ച് ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് നമുക്കിത് സാധിക്കാനായത്. 2023 ജനുവരിയിലാണ് സുരക്ഷാ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമാകുന്നത്. 2016 മുതൽ കേന്ദ്ര സർക്കാർ നടത്തിവന്നിരുന്ന ഈ പദ്ധതികളിൽ സുരക്ഷാ ക്യാമ്പയിൻ 2023 ആരംഭിക്കുമ്പോൾ 1,60,000 പേരാണ് ജില്ലയിൽ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നത്. നിലവിൽ 2 ലക്ഷം പേരെ കൂടി അധികമായി സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു. നബാർഡിൻ്റെ കീഴിലുള്ള ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ടിൻ്റെ ശരിയായിട്ടുള്ള ഉപയോഗം നടത്തിയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളിലൊന്നാണ്. അതിൻ്റെ പ്രയോജനം വളരെയധികം ജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് ഉപയോഗിച്ച് കൂടുതൽ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന കൂടുതൽ ആൾക്കാരെ ഈ സ്കീമിൻ്റെ കീഴിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നബാർഡിൻ്റെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ ഒരു നേട്ടം, അതായത് എല്ലാ കുടുംബങ്ങളെയും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ PMSBY, JJBYയിൽ ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ തന്നെ ഒരു ജില്ലയായിട്ടാണ് വയനാട് മാറുന്നത്. ഇതിന് സപ്പോർട്ട് നൽകിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സുരക്ഷാ പദ്ധതി പൂർത്തീകരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കൽപ്പറ്റ ഹരിതഗിരി ഹോട്ടലിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ, ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് എന്നിവർ നടത്തി. പദ്ധതിയുടെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ഭാരതീയ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ ജില്ലയിലെ ബാങ്ക് മേധാവികളുടെ യോഗങ്ങളും ചേർന്നു. ന്യൂസ് 18 വയനാട്. അവിടെ നിന്ന് ഇത്തരത്തിൽ അങ്ങേയറ്റം ആരോഗ്യകരമായൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരോഗ്യ കേരളത്തിന് നാണക്കേടാകുന്ന മറ്റൊരു വാർത്തയാണ് ആലപ്പുഴയിൽ നിന്നുള്ളത്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ തുടർ മരണങ്ങളിൽ ഡോക്ടർമാർക്കെതിരെ ഗുരുതര ആരോപണവുമായി മരിച്ച രജിതയുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. അനസ്തേഷ്യ പിഴവിനെ തുടർന്ന് അത്യാസന്ന നിലയിൽ രജിത ആശുപത്രിയിൽ കഴിയുമ്പോൾ ഡോക്ടർമാർ പണം വാഗ്ദാനം ചെയ്തുവെന്നാണ് ആരോപണം. പ്രസവ ശസ്ത്രക്രിയ നടത്തിയ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ചികിത്സാ ചെലവിനുള്ള പണം നൽകാമെന്ന് അറിയിച്ചത്. അവരന്ന് ഇത് 21-ാം തീയതി വൈകുന്നേരം പുഷ്പ ഡോക്ടറും ആൻസറി ഡോക്ടറുടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വന്നു. അവിടെ ഒരു ടെസ്റ്റ് പറഞ്ഞു 25,000 രൂപയാകും, ആ പൈസ അവർ തരാമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു? ഡോക്ടർമാർ 2 പേര്. ഏത് ഡോക്ടർക്ക്? അനസ്തേഷ്യ ഡോക്ടറും ഉണ്ടായിരുന്നു, പുഷ്പ ഡോക്ടർ ഉണ്ടായിരുന്നു. അനസ്തേഷ്യ ഡോക്ടർ അദ്ദേഹത്തിന്റെ പേര് പോലീസുകാർ പറഞ്ഞത് രാജീവ് എന്നാണ്. പിന്നെ വേറൊരു അതല്ലെന്നും പറയുന്നുണ്ട്. സുജിത്താണോ? സുജിത്ത് എന്നും പറയുന്നുണ്ട്. ഇപ്പൊ പൈസ 2,000 രൂപയാണ് ചോദിച്ചത്. ഡോക്ടർ ചോദിച്ചു?
അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളിയാണ് ഈ ഓപ്പറേഷൻ്റെ മെയിൻ ഇത് അനസ്തേഷ്യ ഡോക്ടർ. അപ്പം 2000 രൂപ അയാളുടെ ഫീസ്. അപ്പം ഞാനവിടെ ഇത് പേപാടൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതിന് 2500 രൂപ കൊടുക്കണം. പിന്നെ എൻ്റെ ഈ കാശില്ലായിരുന്നു. ഞാൻ പിന്നെ സാറിന് 1500 രൂപ ആദ്യം തരാം, 500 രൂപ ഓപ്പറേഷൻ കഴിയുമ്പോൾ തരാൻ പറഞ്ഞു. പണമില്ലാന്ന് പറഞ്ഞിട്ടും അയാൾ അതാണ് 1500 ഞാൻ കൊടുത്ത്. അപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെ സമ്മതിച്ച് പോന്നു. രജിതയുടെ ഭർത്താവിൽ വനിതാ ശിശു ആശുപത്രിയിലെ അനസ്തേഷ്യ ഡോക്ടർ കൈക്കൂലി വാങ്ങിയതായി കുടുംബം ആരോപിക്കുന്നു. പണമില്ലാത്തതിനാൽ ആദ്യം 1500 രൂപയും പിന്നീട് 500 രൂപയും നിതീഷ് നൽകി എന്നുള്ളതാണ് വിവരം. ഇക്കാര്യം നിതീഷ് ആണ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തുകയും ചെയ്തത്. മുലപ്പാൽ തള്ള നിഷേധിക്കപ്പെട്ട ഒരു കുട്ടിയാണിത്. ഇതിനായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിയോ അല്ലെങ്കിൽ MLAയോ അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭരണസംഘത്തിലുള്ള അല്ലെങ്കിൽ ശിശുക്ഷേമ വകുപ്പോ ആരെങ്കിലും ഈ കുട്ടിയുടെ ആരോഗ്യത്തെ പറ്റിയോ ഈ കുട്ടി എന്ത് ചെയ്യുന്നു എന്നൊരു അന്വേഷണം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഇയാളുടെ നമ്മുടെ ഭാര്യ നഷ്ടപ്പെട്ട ആളുടെ സഹോദരിയാണ് ഈ കൊച്ചിനെ വളർത്തുന്നത്. പല സാഹചര്യങ്ങളിലും ആശുപത്രികളിലൊക്കെ കൊണ്ടുചെന്നിട്ട് പല അവഗണനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു സംരക്ഷണം, അമ്മ പോയി ഈ കുഞ്ഞുങ്ങളുടെ ഇതിൻ്റെ ചികിത്സാപരമായ അല്ലെങ്കിൽ ഇതിനെന്ത് ആരോഗ്യം, ഇതിൻ്റെ എന്ത് രീതിയിലുള്ള ഒരു സംരക്ഷണമാണ് ശിശുക്ഷേമ വകുപ്പ് ഒരു അമ്മ തൊട്ടിൽ നിന്ന് കിട്ടിയ കൊച്ചിനാണെങ്കിൽ പോലും എന്തെല്ലാം സംരക്ഷണം എന്തെല്ലാം അന്വേഷണമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ശരണ്യ സ്നേഹിതനാണ് ചേരുന്നത്. ശരണ്യ, ഇതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അനസ്തേഷ്യ ഡോക്ടർ കൈക്കൂലി വാങ്ങി, അതൊരു പിഴവ്. രണ്ടാമത്, തുടർ ചികിത്സയ്ക്കായി ഡോക്ടർമാർ പണം അങ്ങോട്ടേക്ക് വാഗ്ദാനം ചെയ്യുന്നു. സ്വാഭാവികമായും അത് തങ്ങളുടെ ഭാഗത്തൊരു പിഴവുണ്ടായി, അത് പരിഹരിക്കപ്പെടട്ടെ എന്ന് കരുതിയായിരിക്കുമല്ലോ. ഇങ്ങനെ എത്രത്തോളം ഗുരുതരമാകുന്ന ഒന്നാണ് ഈ ആരോപണങ്ങൾ. ഇതിൽ ഈ ആരോപണങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടപടിയിലേക്ക് ഇവർ പോയിട്ടുണ്ടോ? അഭിലാഷ, നമ്മുടെ വനിതാ ശിശു ആശുപത്രിയെ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണമാണ് മരിച്ച രജിതയുടെ കുടുംബം ഉന്നയിക്കുന്നത്. അതായത് കഴിഞ്ഞ 19 മരിച്ച ആശയെ കൂടാതെ സെപ്റ്റംബർ 24 മരിച്ച രജിതയുടെ കുടുംബവും സമാനമായ രീതിയിൽ അനസ്തേഷ്യ വിഭാഗത്തിന്റെ പിഴവാണ് എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത്. അതിനകത്ത് ഏറ്റവും ദയനീയമായ സാഹചര്യം എന്ന് പറയുന്നത് ആ മനുഷ്യൻ, അതായത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ വനിതാ ശിശു ആശുപത്രി അടക്കമുള്ള അവിടെ ഭൂരിഭാഗവും ചികിത്സ തേടുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ രജിതയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നതിന് മുമ്പ് തലേ ദിവസം അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ 2000 രൂപ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഡോക്ടർ രാജീവ് എന്നാണ് അദ്ദേഹം പേര് പറയുന്നത്. ഈ അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ 2000 രൂപ ആവശ്യപ്പെട്ടതിന് ശേഷം 1500 രൂപ കൊടുത്തു. 500 രൂപ തൻ്റെ കയ്യിൽ കൊടുക്കാനില്ലായിരുന്നു എന്നാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുന്നത്. മാത്രമല്ല, അത്ര ഗതികെട്ട സാഹചര്യത്തിൽ, അതായത് ഈ 1500 രൂപ വാങ്ങി പണമില്ല എന്ന് അവരോട് അപേക്ഷിച്ചിട്ടും പിറ്റേ ദിവസം 500 രൂപ വാങ്ങി എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടം മുതൽ തന്നെ ഈ കുടുംബങ്ങളെല്ലാം, അതായത് 4 മാസത്തിനിടയിൽ 2 പേർ ഹൃദയാഘാതത്തെ തുടർന്ന് ശസ്ത്രക്രിയക്കിടയിൽ മരണപ്പെടുകയും മാത്രമല്ല ഒരാൾ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തു. അത്തരത്തിൽ 3 സ്ത്രീകളാണ് അപകട സാഹചര്യത്തിലേക്ക് എത്തുകയും 2 പേർ മരണപ്പെടുകയും ചെയ്തത്. അതിനകത്ത് സർക്കാരിന്റെ അവിടുത്തെ ഡോക്ടർമാർക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഈ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതായത് പിഴവ് പറ്റി എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ ഡോക്ടർമാർ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ രജിതയുടെ ഭർത്താവ് നമ്മളോട് വ്യക്തമാക്കുന്നത്. ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ പുഷ്പ, ഒപ്പം തന്നെ അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ രാജീവ്, ഈ ഗൈനക്കോളജി വിഭാഗം ഡോക്ടറാണ് സിസേറിയൻ ചെയ്തത്. ഇവർ 2 പേരും രജിത ഗുരുതര അവസ്ഥയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ അവിടെ എത്തി പണം വാഗ്ദാനം ചെയ്തു എന്ന ഗുരുതര ആരോപണമാണ് ആ കുടുംബം ഉന്നയിക്കുന്നത്. മാത്രമല്ല, സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ആ കുടുംബത്തിൽ നിന്നും കൈക്കൂലിയായി 2000 രൂപ 1500 രൂപ കൊടുത്ത് പണമില്ലെന്ന് പറഞ്ഞിട്ട് 500 രൂപ പിറ്റേ ദിവസം വാങ്ങി എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം. മറ്റൊന്ന്, രജിതയുടെ ബന്ധു ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണമാണ് ഈ കുഞ്ഞ്, അതായത് അമ്മ ഗുരുതര സാഹചര്യത്തിൽ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ ഹൃദയാഘാതമുണ്ടായി മരിക്കുന്നു. ആശുപത്രി സംബന്ധിച്ച ആരോപണം നിൽക്കുന്നു. MLA PP ചിത്തരഞ്ജന്റെ ലെറ്റർ ഹെഡില് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ള ഒരു MLAയുടെ പരാതി പോയിട്ട് പോലും ശിശുക്ഷേമ വകുപ്പ് ഈ നവജാത ശിശുവിന്റെ സാഹചര്യം എന്താണെന്ന് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും വളരെ ഗൗരവമുള്ള വാർത്തയാണ് ശരണ്യ. നമുക്ക് വരും വാർത്തകളിലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൂടുതലായി ഉൾപ്പെടുത്താം. വാർത്താരംഭത്തിൻ്റെ സമയം അവസാനിക്കുകയാണ്. കേരളം
യൂറോപ്യൻ രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിൽ എന്നാണ് നമ്മുടെ ഭരണകൂടങ്ങൾ പലപ്പോഴും അവകാശപ്പെടാറ്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ രോഗി ഡോക്ടർ അനുപാതം എന്നത് വളരെ കുറവാണ്. പക്ഷേ ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലടക്കം അത് വളരെ കൂടുതലാണ്. ഒരു ഡോക്ടർ ഒരു ദിവസം 100 കണക്കിന് രോഗികളെയാണ് സർക്കാർ ആശുപത്രികളിൽ പരിശോധിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അമിത ജോലി ഭാരമുണ്ട് എന്നറിയാം. പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് ഇപ്പോഴും ആശ്രയം സർക്കാർ ആശുപത്രികൾ മാത്രമാണ് എന്ന് ഡോക്ടർമാർ ഓർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം.